യാല്ല വെൽക്കം. നമ്മൾ ഷിപ്പിൽ ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ 5ാമത്തെ വീഡിയോ ആണ് ഇന്ന്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഏറ്റവും ടോപ്പിൽ ജോഗിങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവിടത്തേക്ക് പോയി ജോഗിങ് എല്ലാം കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ നല്ല ഓട്സും പിന്നെ കുറെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ട്രൈ ആക്കി അവിടെ നിന്ന്. പിന്നെ പൂളിൽ പോയി ചെറിയൊരു സ്വിമ്മിംഗ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഖത്തർ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ഖത്തർ പോർട്ടിൽ ഷിപ്പ് എത്തിയിട്ടുണ്ട്. ഷിപ്പ് ഖത്തർ പോർട്ടിൽ എത്തിയോടെ നമ്മുടെ ഷിപ്പിനെ വാട്ടർ സല്യൂട്ട് എല്ലാം ചെയ്ത് സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഷിപ്പിൽ നിന്ന് ഇറങ്ങേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ സീസണിലെ ഫസ്റ്റ് ഷിപ്പാണ് ഇവിടെ ഖത്തറിൽ എത്തുന്നത്. അതിന്റെ സ്വീകരണയിലുണ്ട്. നമുക്കിവിടെ ഖത്തറിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഖത്തറിന്റെ ഹൈ ആവിസ് ഉണ്ട്. അതിന് 50 ദിർഹംസ് ആണ് ചാർജ് ആയത്. ഖത്തർ പോർട്ടിൽ വലിയൊരു അക്വേറിയം ഉണ്ട്. അത് അവർ ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പം കണ്ടത്. പോർട്ടിൽ തന്നെ കുറെ സൈറ്റ് സീയിങ് ബസ് ഉണ്ട്. നമ്മൾ അതിൽ കയറിയാൽ തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും അവർ കാണിച്ചു തരും. പക്ഷെ നമ്മൾ വന്നത് നമ്മളെ കൂടെയുള്ള ഒരാളെ ചെങ്ങായി ഇവിടെ ഖത്തറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓന്റെ കാറിലാണ്. ഓൻ ജോബിന്റെ അടുക്ക നമ്മളെ കൂട്ടാൻ വന്നതാണ്. പിന്നെ ഓന്റെ ലാംഗ്വേജ് നമുക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കറങ്ങാൻ പോയിക്കോളിന്ന്. ഇങ്ങനെ ഒരു ചെങ്ങായി എല്ലാ രാജ്യത്തുള്ള നല്ലതാണ്. നമ്മളെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും. വണ്ടി എടുത്ത് ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഖത്തറിൽ ഒരു വൈറലായിട്ടുള്ള ഒരു ചായപ്പൊടി ഉണ്ട്. അവിടെ ഒരു മുട്ട സാൻഡ്വിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ അറബിയുടെ അടുക്കലുള്ള ഈ അൽമനാർ ടീ സ്റ്റാൾ പോപ്പുലർ ആണ്. അവിടെ ഒരു സാൻഡ്വിച്ചും ചായയും കുടിച്ചിട്ടാണ് നമ്മളെ ഖത്തറിലെ തുടക്കം. കാണാൻ തന്നെ രസമല്ല. ഒരു സാധനം ഉണ്ട്. പിന്നെ ഖത്തറിൽ നമ്മളൊരു ചെങ്ങായി ഉണ്ട്. ഓനും കൂട്ടി ഖത്തർ ഇറങ്ങാൻ ഇറങ്ങി. യുഎയിത്തെ ഡൗൺ ടൗണിലും പോലത്തെ ഖത്തറിലെ ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. യുഎയിലെ പോലെ റോഡിലൊന്നും ഭയങ്കര തിരക്കില്ല. ഒരു സമാധാനം ഉണ്ട് ഇവിടെ റോഡിലല്ലോ. നമ്മൾ ലുസൈലിൽ പോയിക്കാനു. ലുസൈലിൽ പോയൊരു അർജന്റീന കപ്പടിച്ച സ്റ്റേഡിയത്തിന് മുമ്പിൽ ഒന്ന് പോയി നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ നാട്ടിലുള്ള ഒരാൾ വീട്ടിലേക്ക് പോയി. അവിടെ നമ്മൾ നല്ല തക്കാരേനു. അടുത്ത ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഓരോരുത്തർ കുടുംബക്കാർ ആടെ എവിടെയെല്ലാം ഉണ്ട്. പറ്റുന്നവരെല്ലാം പോയി കണ്ട്. പിന്നെ നമ്മൾ പോയത് ഖത്തറിലെ പോപ്പുലർ ആയിട്ടുള്ള ടീ ടൈം കഫ്റ്റേരിയയിലേക്കാണ്. യുഎയിത്തെ കഫ്റ്റേരിയകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർ മുന്നിട്ടിരിക്കുന്നത് ബ്രാൻഡിങ്ങിലാണ്. വൈകുന്നേരമായപ്പോൾ നമ്മൾ പോയത് സൂക്ക് വാക്കിഫിലേക്കാണ്. ഈ സൂക്ക് വാക്കിഫ് കൂടി നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു സൂക്ക് യുഎയിൽ ഉണ്ടെങ്കിൽ നല്ലതേനൊന്ന്. എവിടെയും വായിച്ചു മറന്ന ഒരു അറബിക് ടച്ച് ആൻഡ് ഫീൽ കിട്ടുന്ന സ്ഥലം. ഖത്തറിന്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത്. പിന്നെ നമ്മൾ ജയ്ത്തൂനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കാനു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മളൊരു നാട്ടുകാരനെ എവിടെ വെച്ച് കണ്ടുപിട്ടി. പിന്നെ ഓരോ വകയിലായി ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. ഫുഡെല്ലാം നല്ല നാടൻ സ്റ്റൈൽ ഫുഡായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഇവിടെയുള്ള വില്ലേജ് മാളിലാണ്. ഇവിടുന്ന് ഇങ്ങനെ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തോണി ഓടിക്കുന്ന എങ്ങനെ ചോദിച്ചാൽ നിങ്ങളെവിടെയാണ്. നമ്മൾ പറഞ്ഞ് കേരളത്തിലാണ്. നേരം ചോദിക്കുക നിങ്ങളെന്താ ഇന്ത്യ എന്ന് പറയാത്ത കേരളം എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ പണ്ടേ അങ്ങനെയായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൗസ് ഓഫ് ടീ പോയി ഒരു ചായയും കുടിച്ച് നേരെ തുർക്കി റെസ്റ്റോറന്റ് പോവാണ് കബാബ് കഴിക്കാൻ വേണ്ടി. നമ്മൾ എത്ര പോയിട്ടും അവിടെ എത്തുന്നില്ല. നോക്കി നോക്കുമ്പോൾ ലൊക്കേഷൻ പറയുന്ന ആൾ നല്ലോണം ഉറങ്ങുന്നതാണ്. ഉറക്കത്തിലാണ് ലൊക്കേഷൻ പറയുന്നത്. അവസാനം നമ്മൾ ദോഹാസുക്കിന്റെ അടുത്തുള്ള ഈ ഒരു തുർക്കി റെസ്റ്റോറന്റിൽ എത്തി. ഖത്തറിൽ കബാബിന് അറിയപ്പെട്ട ഒരു റെസ്റ്റോറന്റ് ആണ് ഇത്. ലാസ്റ്റ് വണ്ടി ഓണർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എണ്ണയും ഫുള്ളാക്കി. അവസാനമായിട്ട് ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള പാലുണ്ട് ബലദിന എന്ന് പറയുന്നത്. ഒരെണ്ണം അതും വാങ്ങി കുടിച്ചു. തിരിച്ച് യുഎയിൽ പോകാൻ വേണ്ടി എയർപോർട്ടിൽ എത്തി നോക്കുമ്പോൾ അവിടെ ഫാൽക്കണുമായിട്ട് കുറെ അറബികളുണ്ട്. യുഎയിൽ എന്തോ ഫാൽക്കന്റെ പ്രോഗ്രാം ആയിട്ട് നടക്കുന്നുണ്ട്. 1 hour ഫ്ലൈ ഖത്തറിന് യുഎയിലേക്കുള്ള ഒരു 300-400 ദിർഹംസിന്റെ അടുത്ത് ഈ ഒരു സീസണിലെ ടിക്കറ്റിനും പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്ക് യുഎയിൽ എത്തും. ഇതോടുകൂടി ഈ ഒരു ഷിപ്പിന്റെ വ്ലോഗ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഫോളോ ഫോർ മോർ വീഡിയോസ്.